CPM-ലേതുപോലെ CPI-യിലും സെക്രട്ടറി തന്നെയാണ് ഏറ്റവും വലിയ പദവി. കാനം രാജേന്ദ്രന് ശേഷം ആ പദവി അലങ്കരിക്കുവാൻ CPI-യിലേക്ക് എത്തിയത് ബിനോയ് വിശ്വമായിരുന്നു. ബിനോയ് വിശ്വം CPM-നെതിരായുള്ള പല കാര്യങ്ങളിലും കൃത്യമായ രീതിയിൽ നിലപാടറിയിച്ച വളരെ കൃത്യതയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു രീതി CPI-യിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. എന്നാൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിൻ്റെ ഇപ്പോഴുള്ള രീതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില കരുനീക്കങ്ങളുടെ ഭാഗമായാണ് എന്നും ഉള്ള വാദം ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുകയാണ്. കാനം രാജേന്ദ്രൻ മരണപ്പെട്ടതിനു ശേഷം ആ പദവി അലങ്കരിക്കുവാനെത്തിയ ബിനോയ് വിശ്വത്തിന് വീണ്ടും ഇനി നടക്കുവാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായി തന്നെ തുടരുവാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ പദവിയിലേക്ക് വീണ്ടും ശുപാർശ ചെയ്യപ്പെടുവാൻ സാധ്യതയേറെയുള്ള മറ്റു ചില സംസ്ഥാന നേതാക്കന്മാരെ ബോധപൂർവം താക്കീത് നൽകുവാനും മാറ്റി നിർത്തുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന വാദമാണ് ഇപ്പോൾ CPI-ക്കുള്ളിൽ ശക്തമായ രീതിയിൽ ഉടലെടുത്തു വരുന്നത്. ബിനോയ് വിശ്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാർ എതിർത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു തലമാണ്. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ലോക്കൽ തലത്തിലേക്ക് കടന്നതോടെ CPI സംസ്ഥാന നേതൃത്വത്തിൽ വിഭാഗീയ വൈരം മുറുകുന്നു. ഔദ്യോഗിക നേതൃത്വത്തിന് വെല്ലുവിളിയായേക്കാവുന്ന നേതാക്കൾക്ക് വാഹന വിലക്ക് ഏർപ്പെടുത്തിയതാണ് പോര് രൂക്ഷമാക്കിയത്. പാർട്ടി ആസ്ഥാനത്തെ വാഹനങ്ങളിൽ തലസ്ഥാന ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാൻ സംസ്ഥാന സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും മാത്രം അനുമതിയുള്ളൂ എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയ പരിഷ്കാരം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബുവിന് പാർട്ടി ആസ്ഥാനത്തെ കാർ നൽകാതിരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണിതെന്ന സൂചന. കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്വദേശിയായ പ്രകാശ് ബാബുവിനെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും തിരിച്ചു പോകുന്നതിനും മറ്റും കാർ അനുവദിച്ചിരുന്നു. പാർട്ടിയുടെ ഇതര ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഈ സൗകര്യം നേടിയിരുന്നു. എന്നാൽ പാർട്ടി സമ്മേളനങ്ങൾ അടുത്തതോടെ ഇത് വിലക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത്. കാനം രാജേന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവാണ് പ്രകാശ് ബാബു. കാനത്തിൻ്റെ നിര്യാണം സംഭവിച്ചപ്പോൾ സീനിയറായ പ്രകാശ് ബാബു ആയിരുന്നു സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി ആകേണ്ടിയിരുന്നത്. ബിനോയ് വിശ്വത്തിൻ്റെ നടപടികളിൽ പാർട്ടി നേതൃത്വത്തിനുള്ള കടുത്ത വിമർശനം. എന്നാൽ കാനത്തിൻ്റെ ചിതകത്തി തീരുന്നതിന് മുൻപ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുവാൻ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ബിനോയ് വിശ്വത്തെയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. കാൽപാദം മുറിച്ചു നീക്കിയതിന് പിന്നാലെ അവധിയെടുക്കുവാൻ ഒരുങ്ങിയിരുന്ന കാനം സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ബിനോയ് വിശ്വത്തെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കിയത്. കാനത്തിൻ്റെ നിര്യാണം സൃഷ്ടിച്ച വൈകാരിക അന്തരീക്ഷം കണക്കിലെടുത്ത് എതിരഭിപ്രായമുള്ളവർ പോലും അത് ഉള്ളിലൊതുക്കി. ഇതിനു വേണ്ടി തന്നെയാണ് കാനത്തിൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുൻപ് തന്നെ പുതിയ സെക്രട്ടറിയെ നിശ്ചയിക്കുവാൻ സമയം തിരഞ്ഞെടുത്തത്. എന്നാൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയ ശേഷം ബിനോയ് വിശ്വത്തിൻ്റെ നടപടികളിൽ പാർട്ടി നേതൃത്വത്തിനുള്ള കടുത്ത വിമർശനമുണ്ട്. സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുകയും ചെയ്യും. അപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള പേരായതിനാലാണ് പ്രകാശ് ബാബുവിനെ ലക്ഷ്യം വെച്ച കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മുതിർന്ന നേതാക്കൾക്ക് വാഹന വിലക്ക് ഏർപ്പെടുത്തുന്ന തീരുമാനം CPI സംസ്ഥാന നേതൃത്വത്തിൽ ഇത് ആദ്യമാണ്. പാർട്ടി നിശ്ചയിച്ച് നൽകുന്ന പരിപാടികൾക്കും മറ്റ് കാര്യങ്ങൾക്കും ജില്ലയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നാലും ആ സ്ഥാനത്തെ കാറുകളിൽ ഒന്ന് അനുവദിക്കുന്നതായിരുന്നു പതിവ്. ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നേതാക്കൾ അടക്കമുള്ളവരോട് ഈ വിധം പെരുമാറുന്നതും സഹവർത്തിത്വത്തിന് പേരുകേട്ട CPI-യിൽ പതിവുള്ളതല്ല. പാർട്ടിയുടെ ആ മഹനീയ പാരമ്പര്യമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയ തുഗ്ലക് പരിഷ്കരണങ്ങൾ എന്നാണ് CPI നേതാക്കൾക്കിടയിലെ പരിഹാസം. എന്തായാലും ബിനോയ് വിശ്വത്തിൻ്റെ ഇപ്പോഴുള്ള ഈ നിലപാടും രീതിയും ശൈലിയുമെല്ലാം CPI സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ബിനോയ് വിശ്വത്തിന് ശേഷം സംസ്ഥാന പദവിയിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് ശുപാർശ ചെയ്യപ്പെടുമോ എന്നുള്ളത് കൊണ്ടാവണം അദ്ദേഹത്തെ മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള നീക്കമെന്നും CPI-ക്കുള്ളിൽ ഒരു രഹസ്യമാർന്ന ചർച്ചയും നടക്കുന്നുണ്ട്.